പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഗ്രാമങ്ങളുടെ മനോഹാരിതയേറ്റി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകിയിരുന്ന പുന്നപ്പുഴ രൗദ്രഭാവം കൊണ്ട് കലിതുള്ളി ഒഴുകിയിട്ട് ഇന്നേക്കൊരു മാസം തികയുന്നു. നാട് നടുങ്ങിയ ആ രാത്രിയിൽ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് നൂറുകണക്കിന് മനുഷ്യരും അവരുടെ സമ്പത്തും സ്വപ്നങ്ങളുമൊക്കെ ആയിരുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തം കവർന്നത് 270 മനുഷ്യരെയാണ്. കാണാതായവരിൽ 119 പേരുണ്ട്. 231 മൃതദേഹങ്ങളും 217 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെത്തിയത്. 17 കുടുംബങ്ങൾ ഒരാൾ പോലും അവശേഷിക്കാതെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. 21 പേർ അനാഥരായി. ഇതിൽ 3ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ട്. 236 വീടുകൾ ഒലിച്ചുപോയി. 1555 വീടുകൾ വാസയോഗ്യമല്ലാതെയായി. 1200 കോടി രൂപയുടെ നാശനഷ്ടമാണ് നേരം ഇരുട്ടി വെളിക്കുമ്പോഴേക്കും ഉണ്ടായത്. വെള്ളൊലിപ്പാറയുടെ ഭാഗങ്ങൾ പുന്നപ്പുഴയിലേക്ക് 1000 അടിക്കും മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വീണതോടെയാണ് ലോകം തന്നെ നടുങ്ങിയ അപകടമുണ്ടായത്. 3 തവണയായി ഉരുൾപൊട്ടിയപ്പോൾ തുടച്ചു നീക്കപ്പെട്ടത് 3 ഗ്രാമങ്ങൾ. ഒപ്പം അവിടെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം മനുഷ്യരും. കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തെ വകവെക്കാതെ തൻ്റെ ജീപ്പുമായി കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ കുതിച്ച് മരണം വരിച്ച പ്രജീഷ്, ദുരന്തം പുറം ലോകത്തെ അറിയിച്ച നീതു, മറ്റുള്ളവർക്ക് രക്ഷാകവചമൊരുക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടുപോയ സനീർ എന്ന കുട്ടിമോൻ, അങ്ങനെ 100 കണക്കിന് മനുഷ്യരെയാണ് ദുരന്തമില്ലാതെയാക്കിയത്. നാട് പകച്ചു നിൽക്കുമ്പോൾ തങ്ങളുടെ ജീപ്പുകളുമായി ഓടിയെത്തി ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയ പ്രദേശത്തെ ടാക്സി ഡ്രൈവർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, ചൂരൽമലക്കും മുണ്ടക്കൈക്കും ഇടയിൽ അതിജീവന പ്രതീക്ഷകളുടെ ബെയിലി പാലം നിർമ്മിച്ച സൈന്യമടക്കം എണ്ണിയാലൊടുങ്ങാത്ത സുമനസ്സുകൾ നൽകിയ പിൻബലത്തിലാണ് ദുരന്തത്തിൽ നിന്നും നാട് പതിയെ പതിയെ മുക്തമായി തുടങ്ങിയത്. ഓടിയെത്തി കൂടെ നിന്ന് മന്ത്രിസഭാ ഉപസമിതിയും ഒരു ജനതയുടെ ദുഃഖം തങ്ങളുടേത് കൂടിയാക്കി. വയനാടിനൊപ്പം കേരളമൊന്നാകെ കണ്ണീരിലായിരുന്നപ്പോൾ ചേർത്ത് പിടിച്ച അയൽ സംസ്ഥാനങ്ങളും അവിടുത്തെ മനുഷ്യരും അതിജീവനത്തിന് കരുത്തേകുകയാണ്. സ്നേഹത്തോടെ ജീവിച്ചവർക്ക് അവസാനം ഒന്നിച്ചുറങ്ങാൻ മണ്ണൊരുക്കിയും നാട് തങ്ങളുടെ പ്രതിബദ്ധത കാട്ടി. താൽക്കാലിക പുനരധിവാസങ്ങളും ഏറെക്കുറെ പൂർത്തിയായി. കൈപിടിക്കാൻ ഓടിയെത്തിയ സുമനസ്സുകളും സമസ്തയടക്കമുള്ള സംഘടനകളും പ്രഖ്യാപിച്ച വീടുകളും സഹായ പദ്ധതിയും ദുരന്തം കരിനിഴൽ തീർത്തവർക്ക് ആശ്വാസത്തിൻ്റെ വെളിച്ചമായി. തകർന്നുപോയ അവരുടെ സ്വപ്നങ്ങളെ വീണ്ടും നിറമുള്ളതാക്കാൻ ഇനി വേണ്ടത് കുറ്റമറ്റ രീതിയിലുള്ള പുനരധിവാസം കൂടിയാണ്.